പ്രതിപാദിച്ചിട്ടുള്ള ഭൂതകോലങ്ങളിൽ ഒന്നാണ് പിലി ചാമുണ്ടി. പിലി എന്നാൽ കടുവ എന്നർത്ഥം. ദുർഗാദേവിയുടെ അവതാരമായ ചാമുണ്ടി ദേവിയുമായി കണക്ട് ചെയ്തിട്ടാണ് പിലി ചാമുണ്ടി എന്നുള്ള പേര് ഈ ഒരു ഭൂതകോലത്തിന് വന്നിരിക്കുന്നത്. സൗത്ത് ഇന്ത്യയിൽ ഹിന്ദുത്വവും ബ്രാഹ്മണ സമുദായത്തിന്റെ ഇടപെടലും ഒക്കെ വരുന്നതിന് മുമ്പ് ദ്രാവിഡ ആദിവാസി വിശ്വാസങ്ങളിൽ കടുവകൾ ശക്തിയുടെയും സംരക്ഷണത്തിന്റെയും പ്രതീകങ്ങളായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പീലി ഒരു കടുവയുടെ ആത്മാവായിട്ടാണ് ഭൂതകോലയിൽ ആരാധിക്കപ്പെടുന്നത്. പീലിയുടെ ഒറിജിനെ സംബന്ധിച്ച് കുറെ അധികം കഥകളുണ്ട്. ട്രൈബൽ കഥകളിൽ കാട്ടുപന്നികള് വിളകൾ നശിപ്പിച്ചപ്പോൾ മൂപ്പന്മാർ പുണ്യത്തോപ്പിൽ തേങ്ങയും അരിയും സമർപ്പിച്ചു. അതിന്റെ ഫലമായി അന്ന് രാത്രിയിൽ ഒരു കടുവ പ്രത്യക്ഷപ്പെട്ട് പന്നികളെ ഓടിച്ചു എന്നാണ്. ഇനി മറ്റൊരു കഥ പറയുന്നത് വന്യജീവികളുടെ അമ്മ ആത്മാവായിരുന്നു പിലി. ഒരു വരൾച്ച വന്ന സമയത്ത് ഗോത്രങ്ങള് ഒരു പുണ്യകല്ലില് സമർപ്പണം നടത്തി. പിലി കടുവയായി പ്രത്യക്ഷപ്പെട്ട് ഒരു വെള്ളത്തിനുറവയിലേക്ക് അവരെ നയിച്ചു. ഇനിയുള്ളത് ഹിന്ദുത്വവും ബ്രാഹ്മണ സമുദായത്തിന്റെ ഇടപെടലും ഒക്കെ കാരണം ഉണ്ടായ കഥകളാണ്. പീലി ചാമുണ്ടിയും രാക്ഷസനുമാണ് ഒന്നാമത്തെ കഥ. ദ്രുമാഷ എന്ന രാക്ഷസൻ തുളുനാടിനെ ഭീഷണിപ്പെടുത്തി. പാർവതി ദേവി അയച്ച പിലി ചാമുണ്ടി രാക്ഷസനെ വധിച്ചു. അവൾ തുളുനാടിന്റെ രക്ഷകയായി. ഇനിയൊരു കഥയിൽ പിലി ചാമുണ്ടി പാർവതി ദേവി സൃഷ്ടിച്ച ഭൂതഗണങ്ങളായ പഞ്ചുകുളിയുടെയും കല്ലൂട്ടിയുടെയും കൂടെ തന്നെ ഉളവായ ഒരു ഭൂതഗണമാണ്. തുളുനാട് എതിരാളി ഗോത്രങ്ങളുടെ ആക്രമണം നേരിട്ട സമയത്ത് പാർവതി ദേവി തന്റെ ഈ 3 ഭൂതഗണങ്ങളെ വിളിപ്പിച്ചു. പിലിചാമുണ്ടിക്ക് ഗ്രാമങ്ങളും പഞ്ചുകുളിക്ക് വനങ്ങളും അതുപോലെ തന്നെ കല്ലൂട്ടിക്ക് നദികളുമാണ് സംരക്ഷിക്കാൻ കൊടുത്തത്. കടുവ രൂപത്തിൽ പിലിചാമുണ്ടി അതിർത്തികളിൽ കാവൽ നിൽക്കുന്നു എന്നാണ് അവിടുത്തെ തദ്ദേശവാസികൾ വിശ്വസിക്കുന്നത്. എന്താണെങ്കിലും ഏറ്റവും പോപ്പുലറായ പിലിചാമുണ്ടിയുടെ കഥ എന്ന് പറയുന്നത് ശിവന്റെയും പാർവതിയുടെയും കൈലാസത്തിൽ 2 ചെറിയ പക്ഷികൾ വിവാഹിതരായി. പക്ഷെ ഒരു ദിവസം അവിടെ ഒരു ഇരുണ്ട കൊടുങ്കാറ്റുയർന്നു. ആൺപക്ഷി കാറ്റിൽപ്പെട്ട് ചിറകുകൾ ഒടിഞ്ഞുപോയി. ഈ സമയത്ത് പെൺപക്ഷി പാർവതി ദേവിയോടും ശിവഭഗവാനോടും എന്റെ ഇണ സുരക്ഷിതനായി മടങ്ങി വന്നാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു മുട്ട നേർച്ചയായി സമർപ്പിക്കാമെന്ന് പറയുന്നു. ആൺപക്ഷി തിരികെ വരികയും ചിറകുകൾ സുഖപ്പെടുകയും ചെയ്തു. അതിനുശേഷം പെൺപക്ഷി തന്റെ വാഗ്ദാനം പാലിച്ചു. അവൾ ഇട്ടത് ഒരു സ്വർണ്ണ മുട്ടയായിരുന്നു. അതെടുത്ത് അവൾ ശിവനും പാർവതിക്കും സമർപ്പിക്കാൻ പോകുന്ന വഴി മുട്ട താഴേക്ക് വീണു. അത് ഭൂമിയിലാണ് വന്ന് വീണത്. ആ മുട്ട പൊട്ടുകയും ആ പൊട്ടിയ മുട്ടയിൽ നിന്ന് പക്ഷിക്ക് പകരം ഒരു കടുവ കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. പാർവതി ദേവിക്ക് ഈ കുഞ്ഞിനെ കണ്ട് കനിവ് തോന്നി. ദേവി കുഞ്ഞിനെ കൈകളിലെടുത്ത് പരിപാലിച്ചു. ദേവി അവന് പിലി എന്ന പേര് നൽകി. ശിവഭഗവാൻ അവന് കൈലാസത്തിലെ കന്നുകാലികളെ കാക്കാനുള്ള കർമ്മമാണ് ഏൽപ്പിച്ചു കൊടുത്തത്. എന്നാൽ ഒരു ദിവസം അവനിലുള്ളിലെ സഹജമായ മൃഗവാസന പുറത്തേക്ക് വന്നു. അവൻ തനിക്ക് കാക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന പശുക്കളെ തന്നെ തിന്നു തുടങ്ങി. ഇത് കണ്ട് ശിവഭഗവാൻ ക്രോധാകുലനായി. അദ്ദേഹം കൈലാസത്തിൽ നിന്ന് പിലിയെ ഭൂമിയിലേക്ക് പുറത്താക്കി. എന്നിട്ട് പറഞ്ഞു, നീ മനുഷ്യരുടെ കന്നുകാലികളെയും വയലുകളെയും കാക്കുകയാണ്. പക്ഷെ പാർവതി ദേവി താൻ വളർത്തിയ മകനെ പറഞ്ഞയച്ചപ്പോൾ തന്റെ ദിവ്യശക്തിയും കൂടി കൊടുത്തിരുന്നു. പിലിയുടെ ശക്തി എന്ന് പറയുന്നത് അനുഗ്രഹിക്കാനും അതുപോലെ തന്നെ നശിപ്പിക്കാനും കഴിവുണ്ട് എന്നുള്ളതാണ്. തന്റെ ഗ്രാമത്തെ സംരക്ഷിക്കാൻ പിലി ചാമുണ്ടിയും എത്തിച്ചേരുന്നു എന്നാണ് ഐതിഹ്യം.